ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംഖ്യയുടെ പുസ്തകം 31 അധ്യായം. മിദിയാനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദിയാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദിയാൻകാരുടെ മേൽ കർത്താവിൻ്റെ പ്രതികാരം നടത്താൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുവിൻ. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേലി സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ 12000 പേരെ യുദ്ധത്തിന് വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിനോടൊപ്പം യുദ്ധത്തിന് അയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചനാ കാഹളങ്ങളും വഹിച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖേം, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദിയാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേല്യർ മിദിയാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും സമ്പത്തൊക്കെയും കൊള്ളവസ്തുവായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളോടൊപ്പം ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിലെ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേൽ സമൂഹത്തിൻ്റെയും അടുക്കലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നുവോ? ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേലിയരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരിയുണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെങ്കിലും തൊട്ടവനുമായി നിങ്ങളിലെല്ലാവരും 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും കോലാട്ടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമം ഇതാണ്. സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അഗ്നിശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7-ാം ദിവസം നിങ്ങൾ വസ്ത്രമലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിൻ്റെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി 2ആയി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500-ന് 1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ എലയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50-ന് 1 വീതം എടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ളമുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 6,85,000 ആടുകൾ, 77,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 32,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,500 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിൻ്റെ ഓഹരി 675 കാളകൾ, 36,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 72 കഴുതകൾ, 30,500. അതിൽ കർത്താവിൻ്റെ ഓഹരി 61. തടവുകാർ 16,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തോട് കാഴ്ച സമർപ്പിക്കാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽപ്പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,500 ആടുകളും 36,000 കാളകളും 30,500 കഴുതകളും 16,000 തടവുകാരുമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50-ന് 1 വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യസഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസനായ ഞങ്ങൾ അങ്ങയുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി.
ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലയാസറും അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,750 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതലെടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിന്റെ മുൻപിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി.